കഴിഞ്ഞ 62 ദിവസം നമുക്കറിയാം നഴ്സുമാരൊക്കെ തെരുവിലായിരുന്നു. അതായത് നമ്മൾ താണ ജംഗ്ഷനിൽ നോക്കിയാൽ ആ റോഡ് സൈഡിൽ, അതുപോലെ ധനലക്ഷ്മിയുടെ ഭാഗത്ത് പോയാൽ അവിടെ ആ ജംഗ്ഷനിലെ റോഡ് സൈഡിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കലക്ടറേറ്റിൽ അവരെ കാണാനായിട്ട് പറ്റി രാപ്പകൽ സമരത്തിലേക്ക്. അതിനുശേഷം ഈ സമരം അവസാനിച്ച് 62-ാം ദിവസത്തിന് ശേഷം കൊയിലിയിൽ നമ്മൾ കണ്ടത് വലിയൊരു എടാപോടാ വിളി, തല്ല് ഒക്കെയാണ്. അപ്പോൾ ശശിയേട്ടൻ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ നേഴ്സുമാർ നടത്തി വന്ന സമരം കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമല്ല. പക്ഷേ നമുക്കറിയാം ആരാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ നമുക്കറിയാം. ഒരു നേഴ്സിൻ്റെ വിഷമം മനസ്സിലാക്കണമെങ്കിൽ, ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു രോഗിയായിട്ട് അവിടെ കിടക്കണം. ഒരുപക്ഷേ കച്ചവട സ്ഥാപനം എന്നുള്ള നിലക്ക് ആശുപത്രി അധികൃതർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഒരു ഓർമ്മയോ ബോധമോ ഉണ്ടാകുമെന്ന് ഞാൻ തോന്നുന്നില്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം 62 ദിവസം സമരത്തിന് മുമ്പായി ആദ്യമായിട്ട് അതാത് സ്ഥാപനങ്ങൾ സമരം ആരംഭിച്ച നമ്മുടെ മാലാഖമാർ എന്ന് വിളിക്കുന്ന ദൈവദൂതന്മാരാണ്. മാലാഖമാരുടെ ഞാനിത് സംബോധന ചെയ്തത് ദൈവദൂതന്മാരാണ്. നമുക്കറിയാം അവരുടെ വിഷമങ്ങൾ നമുക്കറിയാം. വിഷമമില്ലാത്ത ഒരു ജോലിയുമില്ല. പക്ഷേ അതിലേറെ ഒരു പടി മുന്നിലാണ് നഴ്സുമാരുടെ ഈ അവരുടെ ജോലി എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അത് ഓരോരോ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുകയാണ്. അതിൽപ്പെട്ടൊരു മേഖലയാണ് നേഴ്സുമാരുടെ. അവരുടെ വിഷമങ്ങൾ കണ്ടറിയാനും അത് ചോദിക്കാതെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുവാനും ഏതെങ്കിലും മാനേജ്മെൻറ്റ് ഇവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളിലും സമരങ്ങൾ ഉടലെടുക്കുന്നത് നമുക്കറിയാം. നിരവധി കണ്ണൂർ കലക്ട്രേറ്റ് മുൻപിൽ നടന്ന സമരങ്ങൾ നമുക്കറിയാം. നിരവധി സമരങ്ങൾ എൻ്റെ ഓർമ്മ വെച്ച് ഒരു 50 വർഷത്തിലുമായി നിരവധി സമര പോരാട്ടങ്ങൾ കണ്ടിട്ടാണ് ഞാൻ. അതിനകത്ത് ചേർന്നിട്ടുണ്ട്, ജലപീരങ്കി ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചോര പൊട്ടിന് തലപൊടി, ഒരുപാട് സമരങ്ങളിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാലാഖമാരായ നഴ്സുമാരുടെ സമരങ്ങൾ അത്തരത്തിൽ ഒരു അക്രമത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചിട്ടില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇതിൻ്റെ ഗാന്ധിയൻ സമരമുറയിലായിട്ടാണ് അതിനെ ആരംഭിച്ചത്. അവരത് പല വാക്കുകളിലും പ്രവൃത്തിയിൽ അത് കാണിച്ചിട്ടുമുണ്ട്. അവസാന ദിവസം വരെ അത്തരത്തിലാണ് അവർ നീങ്ങിയത്. ഒടുവിൽ അവരത് സ്ഥാപനങ്ങളിൽ നിന്ന് സമരം കലക്ട്രേറ്റ് പടിക്കലെത്തി. അവിടെ വന്നപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതൊരു മനുഷ്യനും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമ്മൾ നിയമത്തിന് അനുശാസിക്കേണ്ടവരാണ്. നമ്മൾ നിയമം പാലിക്കേണ്ടവരാണ്. അത് ജനിച്ച് വീഴുന്ന മുതൽ മരണം വരെ നിയമം അനുശാസിക്കേണ്ടവരാണ് നമ്മൾ. അതിൽ നമുക്ക് മറികടക്കാൻ നമ്മുടെ നിയമ സംഹിത അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ കാണുന്നതിന് പകരം വെറും കച്ചവടക്കണ്ണിലൂടെ ഈ നേഴ്സുമാരെ കണ്ടതാണ് പല ആശുപത്രി മാനേജ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളൊരു രോഗി ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമുക്കറിയാം നമ്മളിൽ നിന്ന് ഈടാക്കുന്ന തുക നമുക്ക് നന്നായിട്ടറിയാം. ചുരുങ്ങിയത് ലക്ഷങ്ങൾക്ക് മീതെയാണ് അവരുടെ റേറ്റുകൾ. അതിനെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പലതും ഇന്നത്തെ ആധുനിക മരുന്ന് സംവിധാനങ്ങൾ, വൈദ്യ സംവിധാനങ്ങളിൽ അത്തരത്തിലുണ്ടായേക്കാം. ആരും തന്നെ ചോദിക്കുന്നില്ല ഇതിനെക്കുറിച്ച് എന്നുള്ള ഒരു നഗ്നസത്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ഒരു ആശുപത്രി നടത്തുന്ന മാനേജ്മെൻറ്റുകൾ അതിനെ ചോദ്യം ചെയ്യാനും മറ്റുള്ളവരാരും വിടാതെ തന്നെ അവർക്ക് ഒത്താശ നമ്മുടെ ഭരണകൂടങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം അതിൽ നിന്ന് വാങ്ങുന്ന ഒരു തുകയുടെ ഒരു ശതമാനം പോലും നമ്മുടെ ഈ പാവപ്പെട്ട നേഴ്സുമാർക്ക് കൊടുക്കാൻ അവരുടെ അടിത്തറ നേഴ്സാണ് ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം. നേഴ്സുമാരുടെ ട്രീറ്റ്മെൻറ്റ് അവരുടെ സ്വഭാവങ്ങളുടെ ഒരു ഭാഗമാണ്, ജോലി മാത്രമല്ല. അത് ആ രീതിയിലേക്ക് കാണുന്നതിന് പകരം അവരെ തെരുവിലേക്ക് വലിച്ചിഴക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. കേവലം നമ്മുടെ വീട്ടുപടിക്കൽ നടന്നൊരു സമരം തെരുവിലെത്തിയെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മാനേജ്മെൻറ്റുകൾക്കാണെന്ന് എനിക്ക് പറയാനുള്ളത്. അതുതന്നെയാണ് കണ്ണൂരിലെ മികച്ച ആശുപത്രി സമുച്ചയങ്ങൾ കെട്ടിപ്പൊക്കിയ അതിനെ നേരാവഴിക്ക് നയിക്കാൻ മെനക്കെടാൻ പോയ ഈ മാനേജ്മെൻറ്റുകൾ സത്യത്തിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. കൊയിലി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. കൊയിലി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുണ്ടായ ഒരു അനിഷ്ടതാവും ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത അവിടെ സംഭവിച്ചു. അവസാന ആഭാസത്തരത്തിലേക്ക് നീങ്ങിയ സമരമുറ ആലോചിച്ച് നോക്കും നിങ്ങൾ. ഒരു ഡോക്ടർ സൂപ്രണ്ട്, ആശുപത്രി അതിൻ്റെ മാനേജ്മെൻറ്റ് സൂപ്രണ്ട് അദ്ദേഹം വയലൻ്റ് ആവുകയാണ്. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് ഇത്രയും കാലം അദ്ദേഹം എത്ര സമരമുറകളും എത്ര മാധ്യമങ്ങളും എത്ര പത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഡോക്ടർമാർക്ക് സംഘടനയില്ലേ? ഡോക്ടർമാർ സമരം ചെയ്തിട്ടില്ലേ? അപ്പോൾ നമ്മുടെ കഴിയുമ്പോൾ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അവൻ്റെ നമുക്ക് പുറത്ത് വരുന്നതെല്ലാം തെറ്റി എന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാട് ഏതൊരു സ്ഥലത്ത്, ഞാൻ കൊയിലിയെ മാത്രം കുറ്റം പറയുന്നില്ല, അവിടെയുള്ള ഒരു സൂപ്രണ്ടിൻ്റെ ആ ഒരു സമര അതിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ചോട്ടെ കയ്യൊക്കെ കൊണ്ട് നമുക്ക് കാര്യം നേടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വയം നമ്മൾ വഷളാവുകയാണ്.
ഞാൻ ചോദിക്കട്ടെ, ഈ നേഴ്സുമാർ നമ്മളെ ക്ഷമയുടെ നെല്ലിപ്പട കണ്ടു. 62 ദിവസം ഒരു ചെറിയ കാലപരിധിയല്ല, 60 ദിവസം നടന്ന ഒരു സമരമാണ്. 62 ദിവസത്തെ കടന്നപ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കാൻ ബഹുമാനപ്പെട്ട കലക്ടറെ പലതവണ വിളിച്ച് ചേർത്തപ്പോൾ തൊഴിൽ നിയമങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ, കലക്ടർ നമ്മൾക്ക് ഇതിൻ്റെ ഭരണകൂടത്തിന് അതിൻ്റെ ബാധ്യതയില്ലേ, അതിൻ്റെ നിയമ സംഹിതകളില്ലേ. പക്ഷേ ഇതൊക്കെ മാറ്റിമറച്ചുകൊണ്ട് തീരെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ നമ്മുടെ ഡോക്ടർമാരെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ആശുപത്രിയിലുണ്ടായ ആ സമര ആഭാസം നമ്മളെ സംബന്ധിച്ചോളം, നമ്മൾ ആഭാസം എന്ന് ഞാൻ പറയുന്നത് ഒരു തെറ്റായി കാണുന്നതല്ല. അന്നത്തെ നമുക്ക് സംഭവിക്കേണ്ടത് സംഭവിച്ചു. ആ സംഭവത്തിൻ്റെ ആ ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അത് അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത് എല്ലാവരും തന്നെ ക്ഷമിക്കണം. സമര ആഭാസം എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പോലീസും പിന്നെ ഉന്തും തള്ളി നടക്കുക. ഒരു ഡോക്ടർ നേഴ്സുമാരോട് ശകാരിക്കുകയാണ്, വിളിക്കുന്ന സംബോധനകൾ മാറിയിരിക്കുക. ബഹുമാനപ്പെട്ട ഡോക്ടർ നമുക്കൊക്കെ വേണ്ടപ്പെട്ട, ഞാൻ ആരും അവർ വ്യക്തിപരമായി ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ മര്യാദകൾ പാലിക്കണമെന്ന് അവിടെ സാധിച്ചില്ല. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാനറിയാം ആ കൊയിലി ആശുപത്രി ഉണ്ടായ നിഷ്ഠ സംഭവം. ഞാൻ ഈ സമരത്തിന് ഐക്യദാർഢ്യം ഉറപ്പിച്ചു. കേരള സംസ്ഥാന ഉപഭോക്തൃ കൗൺസിലിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ് നിലക്ക് ഞാൻ സമരത്തിന് ഐക്യദാർഢ്യം ഉറപ്പിച്ചു. ഞാൻ അവിടെ പ്രസംഗിച്ചു. എന്താണ് ഞാൻ പ്രസംഗിച്ചത്? അവസാന വിജയം നിങ്ങളുടേതാണ്. ഒരാൾക്കും ഒരു ശക്തിക്കും ഞങ്ങളെ തടയാനാവില്ല. അവസാന വിജയം നിങ്ങളുടേതാണ്. നിങ്ങൾ ക്ഷമിച്ചിരിക്കും. അവർ ക്ഷമിച്ചില്ലേ? അവരെ നമുക്ക് എന്താ കുറ്റം പറയാൻ പറ്റുക? എന്തെങ്കിലും ചെയ്തു. അവിടെ കഞ്ഞി പിടിച്ചും പാട്ട് പാടിയും കഞ്ഞി വെച്ചും വിളമ്പിയും പാവങ്ങൾ അവിടെ ഇരുന്നു രാത്രിയും പകരും. അവർ നേരത്തെ പരാതിപ്പെട്ടു, പോലീസ് സംവിധാനം നമുക്ക് സംരക്ഷണം തന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് വേണ്ടേ? നമുക്കറിയാം, വനിതാ സംരക്ഷണം നമ്മുടെ നാടുകളിലെ ഘോഷിക്കുന്ന ആ വനിതകൾക്ക് ഒരു രാത്രി ആരെങ്കിലും ഒരുത്തൻ രണ്ടും തികഞ്ഞ ഒരുത്തൻ വന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉത്തരവാദി ആരാ? എന്തുകൊണ്ട് അവിടെ ഒരു പോലീസ് സംരക്ഷണം അവിടെ കൊടുത്തില്ല? എൻ്റെ ചോദ്യമാണ്. ഞാനിവിടെ ഇതൊരു രാഷ്ട്രീയമായ എൻ്റെ ചോദ്യമല്ല. നമുക്കൊരു പിങ്ക് പട്രോൾ മുതൽ എല്ലാ കളർ പട്രോളുകളും ഓടുന്ന നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ആ വനിതാ പോലീസ് ഞാൻ രാത്രിത്തെ അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ വാക്കുകളിലും പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. അത് ഉണ്ടെങ്കിൽ അത് ഞാൻ തിരുത്താൻ എന്ത് ചെയ്യാറ്? അവിടെ പോലീസ് സംരക്ഷണം തന്നില്ല എന്ന് പറയുകയുണ്ടായി. നമുക്കൊരു ആശുപത്രിയിൽ ഒരു ഡോക്ടർക്കായാലും മാനേജ്മെൻറ്റിനായാലും നേഴ്സിനായാലും ഏതൊരുത്തനും അവിടെ കടന്നു വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് കേരളത്തിൻ്റെ നമ്മുടെ പോലീസിൻ്റെ ചുമതലയാണ്. അത് കൊടുത്തേ പറ്റൂ. ഞാൻ ചിലരുടെ കൊലപാതകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നില്ലേ? ഗവൺമെന്റ്മാരെ നിയോഗിക്കുന്നില്ലേ? അങ്ങനെ സംവിധാനമാണ് നമ്മുടെ കേരളത്തിൻ്റെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നിയമം എന്നുള്ളത് നമ്മൾ അറിയണം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് രണ്ട് ഭാഗങ്ങളിൽ അങ്ങനെ തെരുവ് യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഒരു ഡോക്ടറുടെ ഒരു മർക്കടമുഷ്ടി, ആ മർക്കടം ഞാൻ ആലോചിക്കുന്നു, ഒരു ഉത്തരവാദപ്പെട്ട ഒരാളിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. അത് ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ കുറ്റം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ചില അപക്വത അവിടെ വന്നുപോയി. പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മയാണ് അവിടെ സംഭവിച്ചു പോയത്. അദ്ദേഹം വയലൻ്റ് ആയത് അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം, അദ്ദേഹം എഫക്റ്റ് ചെയ്ത് വരുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം അത് നിയന്ത്രിക്കാൻ അധികം സാധിച്ചില്ല. ഇനി അദ്ദേഹത്തിന് ആ വിഷമം വരുമ്പോൾ അവിടെ മറ്റ് സ്റ്റാഫുകളുണ്ട്, ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഇല്ല. അവസാനം അദ്ദേഹം സ്വന്തം കാർ ഉപയോഗിച്ച് ഓട്ടോറിക്ഷയിൽ കയറിപ്പോണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ആലോചിച്ച് നോക്കൂ, നമ്മൾ വഷളായി വരിക എന്നുള്ളതാണ്. എന്താണ് ഇപ്പം ഒടുവിൽ സംഭവിച്ചത്? 62 ദിവസത്തിന് ശേഷം ആ സമരം അവിടെ വിജയിച്ചു. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഗ്രിമെൻറ്റിൽ വെക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നു. ആവശ്യമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏതൊരു മാനേജ്മെൻറ്റും ഈ രീതിയിലേക്കുള്ള ഒരു വിദൂര വീക്ഷണമില്ലാത്ത കാലത്തോളം ഇത്തരത്തിൽ സമരം ആഭാസത്തിലേക്ക് മാറുകയും ആ സമരാവസ്ഥ വിജയിക്കുകയും അവിടെ മാനേജ്മെൻറ്റ് മുട്ടുമുടക്കുന്ന അവസ്ഥയിലാണ്. കാര്യം ഒരിക്കലും മുതലാളിമാർ നമ്മുടെ സമരത്തിൽ തൊഴിലാളികൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതാണ് നമ്മുടെ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് നമ്മുടെ പറയാതിരിക്കുന്ന പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ആ ഡോക്ടറുടെ ഞാൻ പറയുന്നത് ഡോക്ടറുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഡോക്ടറുടെ ഒരുപക്ഷെ പ്രായത്തിൻ്റെ ഒരു ദൗർബല്യം അവിടെ സംഭവിച്ചേക്കാം, ബോധപൂർവമായിരിക്കില്ല. അദ്ദേഹം അങ്ങനെയുള്ള മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിനെ പറ്റിയ ആ ഒരു തെറ്റ് ഏതൊരു മാനേജ്മെൻറ്റിന് ഒരു പാഠമായിട്ട് അത് കാണുകയാണ്. അവിടെ ഒരു ഡോക്ടറെ തെറ്റായിട്ട് കാണാൻ പറ്റില്ല. ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ഥാപനം നടത്തുന്നവരും ഏതൊരാൾക്കും ഒരു ചൂണ്ട് പലകയാണ് ഡോക്ടർ പെരുമാറ്റം. അതുകൊണ്ട് മേലാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിലേക്ക് എത്തിപ്പെടത്തിക്കാതെ അത്തരത്തിലുള്ള സമരങ്ങളെ നല്ല രീതിയിൽ ഒരു 4 ചുമരുകൾക്കുള്ളിൽ, ആശുപത്രി ഒരു 4 ചുമരുകൾക്കുള്ളിൽ നല്ല സമീപത്തോട് സംസാരിച്ച് തീർക്കേണ്ട വിഷയം തെരുവിലേക്ക് ഇറക്കരുത്. അതുകൊണ്ട് അന്തിമ ഫലം ഈ നമ്മുടെ സമരത്തിന് ഇറങ്ങിത്തിരിച്ച നേഴ്സിനെ മാറി. അതാണ് അവിടെ സംഭവിച്ചത്.